നല്ല മുഖപ്രസന്നതയോടെ ജീവിക്കണം, എല്ലാവരോടൊക്കെ ഒന്ന് പുഞ്ചിരിക്കണം. ഇല്ലേ? സുബ്ഹാനല്ലാഹ്, ഓരോരുത്തരെ കണ്ടാൽ തന്നെ പേടിയാണ്. ഇല്ലേ? പേരക്കുട്ടികൾക്ക് വല്യപ്പാനെ കണ്ടാൽ തന്നെ പേടിയാ, ബാപ്പാനെ കണ്ടാൽ തന്നെ മക്കൾക്ക് പേടിയാണ്. എല്ലാവരോടും നല്ല പുഞ്ചിരി വേണം. കുൻബശാസൻ വലാ തകുൻ ഗദ്ബാന, അനാവശ്യമായി ഇങ്ങനെ കയർക്കുന്നവനാകരുത്, എപ്പോഴും ദേഷ്യപ്പെട്ട് നടക്കുന്നവനാകരുത്. എല്ലാവരോടും ദേഷ്യം, എല്ലാവരോടും വലിയ ധിക്കാരം, അത് പാടില്ല. എല്ലാവരോടും നല്ല മുഖപ്രസന്നതയോടെ, നല്ല പുഞ്ചിരിയോടെ, സൗമ്യമായി ഇടപെട്ട് ജീവിക്കണം. അതാ 4 ഉപദേശമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഒന്ന്, കുന്നഫാൻ, ജനങ്ങൾക്കൊക്കെ ഉപകാരം ചെയ്യണം. രണ്ട്, ഒരാളെയും ഉപദ്രവിക്കരുത്. അതുപോലെ മൂന്നാമത്തത് കുൻബശാസ, എല്ലാവരോടും നല്ല സുന്ദരമായ മുഖപ്രസന്നതയോടെ പുഞ്ചിരിയോടെ ജീവിക്കണം. ഒരാളോടും ദേഷ്യം കാണിക്കരുത്. അഞ്ചാമത്തേത് തർക്കത്തിന് നിൽക്കരുത്, ഒരാളോടും തർക്കത്തിന് നിൽക്കരുത്. അയൽവാസികളോട്, മക്കളോട്, ഭാര്യയോട്, ഭർത്താവിനോട്, കുടുംബത്തിനോട് ഒരാളോടും തർക്കത്തിന് നിൽക്കരുത്. തർക്കത്തിൽ നിന്ന് മടങ്ങണേ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലോ, കുടുംബത്തിന്റെ വിഷയത്തിലാണെങ്കിലോ, സമ്പത്തിന്റെ പേരിലാണെങ്കിലോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യമായ സംസാരങ്ങൾ നടത്തരുതേ. വലാ തംശി മിൻ ഗൈരി ഹാജ, അനാവശ്യമായി ഒരാവശ്യവുമില്ലാതെ അതേ ഇറങ്ങി നടക്കരുത്. മറ്റുള്ളവരുടെ വിഷയത്തിലൊക്കെ പാടെ പോയി ഇടപെടരുത്. ഒരാവശ്യവുമില്ലാതെ ഒരു വിഷയത്തിലും പോയി ഇടപെടരുത്. വലാ തുഅയ്യിറും റഅൻ ബിഖതീഅതിഹി, മഹാനവറുകള് 7ാമത്തെ ഉപദേശം പറയാണ്. അതേ, ഒരു മനുഷ്യനെയും അവൻ ചെയ്ത തെറ്റിന്റെ പേരിൽ അവനെ നീ മറ്റുള്ളവരുടെ മുന്നിൽ വഷളാക്കരുത് കേട്ടോ, പരിഹസിക്കരുത് കേട്ടോ. അവന്റെ അന്തസ്സിനെ ഒരിക്കലും പിച്ചി ചീന്തരുത് കേട്ടോ. ഇന്ന് വാട്സപ്പിന്റെ കാലമാണ്, ഫേസ്ബുക്കിന്റെ കാലമാണ്, സോഷ്യൽ മീഡിയകള്, അതേ അത്തരം മാധ്യമങ്ങള്, അതൊക്കെ വ്യാപകമായ കാലമാണ്. വേറെ ഒരാളുടെ എന്തെങ്കിലുമൊക്കെ ഒരു വിവരം കിട്ടുമ്പോഴേക്ക് അത് 10 ആളുകളിലേക്ക് ഷെയർ ചെയ്തില്ലെങ്കിൽ, അതൊരു 10 ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് വല്ലാത്ത അസ്വസ്ഥതയാണല്ലേ. ഹബീബായ തങ്ങൾ പറയുന്നു, പാടില്ല. വലാ തുഅയ്യിറും റുഅൻ ബിഖതീഅതിഹി, അവൻ